ഹാരിസ് ബീരാൻ മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി. നാളെ പത്രിക സമർപ്പിക്കും. ഭരണഘടന സംരക്ഷിക്കലാണ് ദൗത്യമെന്ന് ഹാരിസ് ബീരാൻ. രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് വിട്ടു നൽകി CPIM. രണ്ടാമത്തെ സീറ്റ് CPIക്ക്. തദ്ദേശ വാർഡ് വിഭജന ബിൽ പാസാക്കി നിയമസഭ. ബിൽ പാസാക്കിയത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ. വേഗത്തിൽ ബിൽ പാസാക്കിയത് പ്രതിപക്ഷം സഹകരിക്കാത്തതുകൊണ്ടെന്ന് മന്ത്രി MB രാജേഷ്. ബാർക്കോഴ നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് റോജി എംറോൺ. അങ്ങയുടെ ഡിപ്പാർട്ട്മെന്റിൽ മദ്യനയത്തിന്റെ അവിടെ കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. ഇനി അതിന്റെ അച്ഛനാരാണെന്ന് അന്വേഷിച്ചാൽ മതി സർ. വേറെ ആളുകളാണ് വന്ന് ഇത് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് മന്ത്രി MB രാജേഷ്. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം അല്പസമയത്തിനകം. വകുപ്പുകളിൽ അന്തിമ തീരുമാനമുണ്ടായേക്കും. സഹമന്ത്രി സ്ഥാനത്തിൽ അതൃപ്തി എന്ന വാർത്ത തള്ളി സുരേഷ് ഗോപി. മോദി മന്ത്രിസഭയിൽ ഭാഗമാകുന്നതിൽ അഭിമാനമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. കെ മുരളീധരന്റെ പരാജയത്തിൽ തൃശൂർ DCCയിൽ രാജി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റും രാജിക്കത്ത് കൈമാറി. ഓഫീസിലെ സംഘർഷത്തിൽ സജീവൻ കുരിയച്ചിറക്ക് സസ്പെൻഷൻ. വിമതർക്ക് അന്ത്യശാസനവുമായി ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. ജൂലൈ 3 മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കണം. നിർദ്ദേശം പാലിക്കാത്ത വൈദികർ സഭയ്ക്ക് പുറത്തെന്ന് മുന്നറിയിപ്പ്. സർക്കുലർ ഇറക്കി എറണാകുളം അങ്കമാലി അതിരൂപത.